തദ്ദേശ വാർഡ് വിഭജനത്തിൽ തലസ്ഥാനത്ത് സർവത്ര വീഴ്ചകളും പൊരുത്തക്കേടുകളും. ഒരേ സ്ഥലം ഒന്നിലധികം വാർഡുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്തിമ വിജ്ഞാപനം പുറത്തുവന്നിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ വഞ്ചിയൂർ ഇല്ലാത്ത വഞ്ചിയൂർ വാർഡും കണ്ണമൂലയില്ലാത്ത കണ്ണമൂല വാർഡുമുണ്ട്. വാർഡ് വിഭജനം പൂർത്തിയാക്കിയത് പ്രാഥമിക പരിശോധനകൾ പോലും ഇല്ലാതെ എന്നതിന് തെളിവാണ് അന്തിമ വിജ്ഞാപനം. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, വാർഡ് വിഭജനത്തിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമാണ് നിഴലിക്കുന്നത്. എന്തായാലും ഈ വാർഡ് വിഭജനം പൂർത്തിയാക്കിയത് പ്രാഥമിക പരിശോധനകൾ പോലും ഇല്ലാതെ എന്നതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ നിരവധിയായി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ തിരുവനന്തപുരം നഗരസഭയിൽ വഞ്ചിയൂർ ഇല്ലാത്ത വഞ്ചിയൂർ വാർഡും ഒപ്പം കണ്ണമൂല ഇല്ലാത്ത കണ്ണമൂല വാർഡും ഒക്കെ നിലവിൽ ഇപ്പോൾ അവർ സ്ഥിരീകനെ ആ വാർഡിനകത്തേക്ക് വച്ചിരിക്കുന്നത്. തന്നെ ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നതാണ്. പ്രത്യേകിച്ച് തദ്ദേശ വാർഡ് വിഭജനം നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യങ്ങൾ പോലും ഉയർന്നതാണ്. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ ഒട്ടനവധി തവണ നമ്മൾ കേട്ടു. പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിൽ പലവട്ടം പ്രതിപക്ഷ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഒരുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് CPM വേണ്ടി അവരുടെ വോട്ട് ബാങ്ക് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങൾ ഒരേ സ്ഥലത്ത് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ വാർഡുകളിലെ വിജയസാധ്യതകളെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാർഡ് വിഭജനമാണ് നടത്തിയെന്നുള്ള ആരോപണം വലിയ രീതിയിൽ BJP അടക്കമുള്ള സംഘടനകളൊക്കെ നേരത്തെ ഉയർത്തിയതാണ്. അപ്പോൾ അത്തരം ആരോപണങ്ങളെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഡീലിമിറ്റേഷൻ പ്രോസസ്സ് തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ള തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള അന്തിമ വിജ്ഞാപനം എന്ന് പറയുന്നത്. സർവത്ര ആശയക്കുഴപ്പങ്ങളും പൊരുത്തക്കേടുകളുമാണ് ഈ ഡീലിമിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ പുതിയ വാർഡുകളുടെ ഗസറ്റ് പ്രഖ്യാപനം നടത്തിയതിനു ശേഷം വന്നിരിക്കുന്ന അന്തിമ വിജ്ഞാപനത്തിലുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരേ പ്രദേശം 2 വാർഡ് എന്നുള്ളതാണ് അതിലെ വലിയ വീഴ്ച പറയുന്നത്. കാരണം ഒരേ സ്ഥലം 2 സ്ഥലങ്ങളിലേക്ക് 2 വാർഡുകളായി വരുമ്പോൾ ഈ വാർഡുകളിലുള്ള ഈ പ്രദേശങ്ങളിലുള്ള ആളുകളുടെയൊക്കെ വോട്ട് ഏത് വാർഡിൽ രേഖപ്പെടുത്തണമെന്നുള്ള ആശയക്കുഴപ്പമൊക്കെ ഇപ്പോഴേ വന്നു കഴിഞ്ഞു. അപ്പോൾ ആകെ മുഴുവൻ പ്രശ്നമായിരിക്കുന്നു എന്നുള്ളതാണ് തലസ്ഥാനത്ത് ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള പല വാർഡുകളിലും ഒരേ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള ഒരു സ്ഥലമാണ് ഈ 78 വള്ളക്കടവ് 78 നമ്പർ വാർഡായിട്ടുള്ള വള്ളക്കടവിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് എയർപോർട്ടിൻ്റെ അകവശം തുടങ്ങി സിദ്ധ ഹോസ്പിറ്റൽ വഴി എന്നുള്ളൊരു സ്ഥലമാണ് എടുത്തു കാണിക്കുന്നത്. സിദ്ധ ഹോസ്പിറ്റൽ വഴി ബോട്ടുപുര റോഡ് വഴി വള്ളക്കടവ് ജംഗ്ഷൻ വഴി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സാഹചര്യം തന്നെയാണ് 79ാമത്തെ വാർഡായിട്ടുള്ള ശ്രീവരാഹത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എയർപോർട്ട് അകവശം തുടങ്ങി സിദ്ധ ഹോസ്പിറ്റൽ വഴി ബോട്ടുപുര റോഡ് വഴി വള്ളക്കടവ് ജംഗ്ഷൻ വഴി എന്നൊക്കെ. അതായത് ഒരു പ്രദേശം മുഴുവൻ ഈ 2 വാർഡിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് എവിടെയാണ് വോട്ടവകാശം അല്ലെങ്കിൽ എവിടെയാണ് അവർ അടുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് രേഖപ്പെടുത്തുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകും. നേരത്തെ BJP ഒക്കെ ഉയർത്തിവിട്ട ആരോപണങ്ങൾ പ്രത്യേകിച്ച് CPM വേണ്ടി അവരുടെ ആളുകളെ ഒരേ പ്രദേശത്ത് അല്ലെങ്കിൽ അവരുടെ വോട്ട് ചെയ്യുന്ന ആളുകളെ ഒരു വാർഡിലെ വിജയസാധ്യതകളെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ആ വോട്ട് ബാങ്കിനെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമമൊക്കെയാണ് ഈ നടക്കുന്നത് എന്നുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നത്. അപ്പോൾ അതിനെയൊക്കെ ശരിവെക്കുന്നതാണ്. ഇതിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ചില വാർഡുകൾക്ക് നൽകിയിരിക്കുന്ന പേരുകളൊക്കെയാണ്. ഇപ്പോൾ ഒരു വാർഡിന് കണ്ണമൂല വാർഡിൽ പക്ഷേ കണ്ണമൂല എന്ന് പറയുന്ന പ്രദേശം ഉൾപ്പെടുത്താതെ ആ വാർഡിന് കണ്ണമൂല എന്ന പേര് നൽകിയിരിക്കുന്നു. മറ്റൊരിടത്താകട്ടെ വഞ്ചിയൂർ എന്ന് പറയുന്ന വാർഡിൽ വഞ്ചിയൂർ പ്രദേശം ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരേ പേരുകളുള്ള വാർഡുകൾ, അതായത് ഇപ്പോൾ വഞ്ചിയൂർ വാർഡിൽ ആ പേരുള്ള സ്ഥലത്ത് വഞ്ചിയൂരിലെ ആളുകൾ വോട്ട് ചെയ്യാനായി തങ്ങൾ എവിടെയാണ് പോകേണ്ടത് എന്നുള്ളൊരു ആശയക്കുഴപ്പം അവിടെയും ഉണ്ടാകുന്നു. അത് പ്രാദേശികമായിട്ടുള്ള പല ആശയക്കുഴപ്പങ്ങൾക്കും പൊരുത്തക്കേടുകൾക്കും ഈ സ്ഥിരം വോട്ട് ചെയ്യുന്ന ആളുകളുടെയൊക്കെ അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇതിന് കാരണമായിട്ട് അല്ലെങ്കിൽ ഇതിലൂടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വളരെ അവധാനതയോടെ വളരെ സൂക്ഷ്മതയോടെ ചെയ്തു തീർക്കേണ്ട ഒരു പ്രോസസ്സാണ് ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തദ്ദേശ വാർഡ് വിഭജനം എന്ന് പറയുന്നത്. അതിൽ പോലും വലിയ വീഴ്ചകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. പുനർവിചിന്തനം ഉണ്ടാകുമോ? ഒരു പക്ഷേ ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങൾ നടത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ? അതിൽ തീരുമാനമെടുക്കേണ്ടത് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ വീണ്ടും യോഗം ചേർന്ന് ഈ പൊരുത്തക്കേടുകളൊക്കെ പരിഹരിക്കേണ്ടതും അല്ലെങ്കിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അത് എവിടെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള, കാരണം പുറത്തിറക്കിയിരിക്കുന്ന ഒരു സർക്കാർ രേഖയാണ്, ഗസറ്റ് വിജ്ഞാപനമാണ്. അതിൽ തിരുത്തൽ വരുത്താതെ പുതിയ വിജ്ഞാപനം പുറത്തിറക്കാതെ നിലവിലുള്ള സാഹചര്യത്തിൽ മറ്റൊരു നടപടിക്രമങ്ങളും ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് വാർഡ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു.
ഈ വാർഡ് വിഭജന നടപടികൾ വീണ്ടും നടത്തേണ്ട ഒരു സാഹചര്യമാണ് പുതിയ സാഹചര്യത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം 2 വാർഡുകളിൽ ഒരേ പ്രദേശങ്ങൾ ഉൾപ്പെടുമ്പോൾ വീണ്ടും വാർഡ് വിഭജന നടപടിക്രമങ്ങൾ നേരത്തെ എങ്ങനെയാണോ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടത്തിയത് ആ നടപടിക്രമങ്ങൾ ഒന്നേ എന്ന് ആവർത്തിച്ച് ഈ പറയുന്ന 2 വാർഡുകൾ ഉൾപ്പെട്ടിരിക്കുന്ന പ്രദേശം ഏതെങ്കിലും ഒരു വാർഡിൽ ഉൾപ്പെടുത്തുകയും മറ്റൊരു വാർഡിൻ്റെ പുനഃസംഘടന വീണ്ടും നടത്തുകയും ചെയ്യണം. അങ്ങനെ വീണ്ടും ആ ഒരു പ്രദേശത്തെ മുഴുവൻ വാർഡുകളിലെയും ഡീലിമിറ്റേഷൻ പ്രോസസ്സ് ഒന്നേ എന്ന് തുടങ്ങേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത് എന്ന് പറയാം. ഇതിൽ വലിയ പ്രതിഷേധം ആ മേഖലയിൽ നിന്നൊക്കെ ഉയരുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് വളരെ സൂക്ഷ്മതയോടെ ചെയ്തു തീർക്കേണ്ട ഒരു പ്രോസസ്സായിട്ടുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അടക്കം പ്രാദേശിക തലത്തിലൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്കൊക്കെയുള്ള ഒരു നടപടിക്രമമാണ് എപ്പോഴും വാർഡ് വിഭജനം എന്ന് പറയുന്നത്. ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ ഇത്ര വലിയ വീഴ്ച വന്നതിന് ഉത്തരവാദി ആര്, അല്ലെങ്കിൽ ആ വീഴ്ചകൾ വന്നത് മനഃപൂർവ്വമാണോ, ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയാണോ തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിനെല്ലാം ഈ പറയുന്ന രീതിയിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ മറുപടി നൽകിയേ കഴിയുകയുള്ളൂ. രോഹിണി. ശരി പ്രജിത്ത്, ആദ്യം മുതൽക്കേ തന്നെ ഈ തദ്ദേശ വാർഡ് വിഭജനത്തിൽ വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അതിൽ സർവത്ര വീഴ്ചകളും പൊരുത്തക്കേടുകളും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരേ സ്ഥലം ഒന്നിലധികം വാർഡുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്തിമ വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ വഞ്ചിയൂർ ഇല്ലാത്ത വഞ്ചിയൂർ വാർഡും കണ്ണമൂലയില്ലാത്ത കണ്ണമൂല വാർഡും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ വാർഡ് വിഭജനം പൂർത്തിയാക്കിയത് പ്രാഥമിക പരിശോധനകൾ പോലും ഇല്ലാതെയാണ് എന്നുള്ളതിനുള്ളൊരു തെളിവാകുകയാണ് ഈ അന്തിമ വിജ്ഞാപനം സൂചിപ്പിക്കുന്നത്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.